റിച്ചാർഡ് ഫെയ്ൻമാൻ. നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുള്ളൊരു പേരാണ്. പ്രശസ്തനായ ഒരു ഫിസിസിസ്റ്റാണ്. ഫിസിക്സിൽ നൊബേൽ പുരസ്കാരം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ ഈസി ആയിട്ട് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദി ഗ്രേറ്റ് എക്സ്പ്ലെയിനർ എന്നുള്ള ഒരു പേര് കൂടിയുണ്ട്. അദ്ദേഹം ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്ക്, ആ ടെക്നിക്കാണ് പിന്നീട് ഫെയ്ൻമാൻ ടെക്നിക്ക് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിലും ഒരു 12 വയസ്സുകാരന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഷയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലേക്ക് നമുക്കതിനെ മാറ്റിയെടുക്കാൻ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ഒരു സബ്ജക്റ്റിൽ ആഴത്തിലുള്ള അറിവ് നേടാൻ ഇത് നിങ്ങളെ സഹായിക്കും. പക്ഷേ PSC പോലുള്ള ചില എക്സാമുകളിൽ അത്തരത്തിൽ ആഴത്തിലുള്ള അറിവുകളല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് പല ഹിസ്റ്ററിക്കൽ ഇവൻറ്റുകളുടെയും വർഷങ്ങൾ പഠിക്കണം, തീയതികൾ പഠിക്കണം, മാസങ്ങൾ പഠിക്കണം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, അതിലുള്ള ഓരോ ആർട്ടിക്കിൾസും പഠിക്കണം, ആ ആർട്ടിക്കിൾസ് വരുന്ന ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഈ മെത്തേഡ് നിങ്ങളെ സഹായിച്ചു എന്ന് വരില്ല. പക്ഷേ ഈ വീഡിയോയിൽ തന്നെ അത്തരത്തിലുള്ള ടോപ്പിക്കുകളും എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുന്നതെന്ന് കൂടി ഞാൻ വിവരിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് റിച്ചാർഡ് ഫെയ്ൻമാൻ്റെ ഫെയ്ൻമാൻ ടെക്നിക്കിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. അതിനുവേണ്ടി ആവശ്യമുള്ളത് ഒരു പീസ് പേപ്പർ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഡോക്ക് ഫയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിടാം. അതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും ടോപ്പിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ്, ആ ടോപ്പിക്ക് എന്താണെന്ന് എഴുതി വയ്ക്കുക. ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ ബ്ലാക്ക് ഹോൾ എന്ന് എഴുതാം, ഹോക്കിംഗ് റേഡിയേഷൻ ആണെങ്കിൽ ഹോക്കിംഗ് റേഡിയേഷൻ എന്ന് എഴുതാം, കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണെങ്കിൽ അങ്ങനെ എഴുതാം. നിങ്ങൾക്ക് എന്താണോ പഠിക്കാനുള്ളത് അത് വൃത്തിയായിട്ട് എഴുതി വയ്ക്കുക. അതിനുശേഷം ആ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ വായിക്കുക. അത് ഡിറൈവ് ചെയ്യാനുള്ളതാണെങ്കിൽ അത് ഡിറൈവ് ചെയ്യുക. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഇത് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് മേടിക്കാനൊന്നുമല്ല. ഒരു 12 വയസ്സുകാരന് ഇത് പറഞ്ഞു കൊടുക്കണം. അതായത് ഇതിൻ്റെ ABCD പോലും അറിയാത്ത ഒരു കൊച്ചു കുട്ടിക്ക് നിങ്ങൾക്ക് ആ കൊച്ചു കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ ഈ പഠിക്കുന്ന വ്യക്തി 12 വയസ്സുള്ള ആളാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഒരു 6-7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ആ 12 വയസ്സുകാരൻ ഈ കാര്യങ്ങൾ പഠിക്കാൻ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ നോട്ട്ബുക്കും പേപ്പറും എടുക്കുക. അതിൽ നിങ്ങളുടെ മാതൃഭാഷയിൽ നിങ്ങൾക്ക് ഏത് ഭാഷയാണോ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ആ ഭാഷയിൽ നിങ്ങളത് എഴുതുക. അത് എഴുതേണ്ടത് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിൽ വേണം. 12 വയസ്സുകാരനോട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ വേണം ഞാൻ അത് എഴുതി തുടങ്ങേണ്ടത്. അതായത് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബ്ലാക്ക് ഹോളിനെ കുറിച്ചാണ്, അതിൻ്റെ അക്രീഷൻ ഡിസ്കിനെ കുറിച്ചാണ് എന്ന രീതിയിൽ വേണം പറയാൻ. ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ വെറുതെ എഴുതുകയല്ല, ആ എഴുതുന്ന കാര്യം പഠിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ നിങ്ങൾ ഉറക്കെ പറയുകയും വേണം. കേട്ടിരിക്കുന്ന ആളുകൾ കളിയാക്കി എന്നൊക്കെ വരാം, പക്ഷേ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന രൂപത്തിൽ തന്നെ അത് ഉറക്കെ പറഞ്ഞുകൊണ്ട് എഴുതുകയും വേണം, പറയുകയും വേണം. എഴുതുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നാൽ നിങ്ങളത് വൃത്തിയായിട്ട് പഠിച്ചിട്ടില്ലെന്നാണ് അർത്ഥം. വീണ്ടും ആ പഴയ സ്റ്റഡി മെറ്റീരിയൽസ് എടുക്കുക. കൂടുതൽ അഡീഷണൽ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി എടുത്ത് അതൊന്നുകൂടെ പഠിക്കുക. എന്നിട്ട് വീണ്ടും ആദ്യം മുതൽ എഴുതുക. ആദ്യം മുതൽ എഴുതുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇക്വേഷൻസോ ഡെറിവേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് എഴുതണം. ഓരോ ഡെറിവേഷൻ്റെ ഓരോ സ്റ്റെപ്പിലും വരുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് എന്താണ് ഇങ്ങനെയായത് എന്ന് വൃത്തിയായിട്ട് അവിടെ മലയാളത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാതൃഭാഷയിൽ എഴുതി വയ്ക്കുക. ഓരോ സ്റ്റെപ്പുകളും അങ്ങനെ എഴുതി അവസാനം വേണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രാക്ടിക്കലായിട്ടുള്ള വാല്യൂസ് കൂടി ഇട്ടിട്ട് ഒരു ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾക്ക് അതിൽ ചെയ്തു വയ്ക്കാവുന്നതാണ്. എന്തെങ്കിലും ഡയഗ്രംസ് ഉണ്ടെങ്കിൽ ആ ഡയഗ്രംസ് വൃത്തിയായിട്ട് വരയ്ക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിൽ ഡയഗ്രം ഒന്നും കാണത്തില്ല, പക്ഷേ ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ ഒരു ഡയഗ്രം വരച്ചു എന്ന് വരാം. അങ്ങനെ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കേണ്ടത് ഒരു 12 വയസ്സുകാരൻ്റെ ചെരിപ്പിട്ടുകൊണ്ടായിരിക്കണം. 12 വയസ്സുകാരൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് ആ രീതിയിൽ വേണം ചിന്തിക്കാൻ. 12 വയസ്സുകാരന് സംശയം തോന്നാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. എന്താണ് അത് അങ്ങനെ എഴുതിയിരിക്കുന്നത്? എന്താണ് ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഈ ടെക്നിക്കൽ ടേമിൻ്റെ അർത്ഥം ശരിക്കും എന്താണ്? അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ടെക്നിക്കൽ ടേമുകളെ അല്ലെങ്കിൽ ആ കോംപ്ലക്സ് ആയിട്ട് തോന്നുന്ന ആ സെൻറ്റൻസുകളെ അല്ലെങ്കിൽ ആ പോയിൻറ്റുകളെ ലഘൂകരിക്കുക എന്നതാണ്.
അതിന് നിങ്ങൾക്ക് സാധ്യമായെന്ന് വരില്ല. സാധ്യമായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതുന്ന സമയത്ത് തന്നെ അങ്ങനെ എഴുതിയേനെ. അത് സാധ്യമാകണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ അത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ടേം എന്താണെന്ന് ചാറ്റ് ജിപിടിയോട് തന്നെ ചോദിക്കാം. ചാറ്റ് ജിപിടി അത് സിമ്പിളായിട്ട് എഴുതി തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ജിപിടിയോട് തന്നെ പറയാം, 12 വയസ്സുകാരൻ്റെ ഭാഷയിൽ ഈ ഒരു ടേം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറയുക. വളരെ വൃത്തിയായിട്ട് തന്നെ പറഞ്ഞു തരും. എന്തിന്, നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് തന്നെ വേണമെങ്കിൽ കൊടുത്തിട്ട് ഫൈൻമാൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഇത് ഒന്ന് സിമ്പിളായിട്ട് എഴുതി തരാൻ വേണമെങ്കിൽ ചാറ്റ് ജിപിടിയോട് പറയാം. പക്ഷേ ചാറ്റ് ജിപിടിക്ക് ഒരു പ്രശ്നമുണ്ട്. വളരെ ഡെപ്തായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അത് എടുക്കുകയില്ല. നമ്മളൊരു ടോപ്പിക്ക് പറഞ്ഞാലും അതിൻ്റെ വളരെ ചെറിയൊരു വിവരണം മാത്രമായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുക. പക്ഷേ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചാറ്റ് ജിപിടിയോട് അങ്ങോട്ട് ചോദിക്കാം. ചാറ്റ് ജിപിടി അത് നമുക്ക് പറഞ്ഞു തരും. എല്ലാം എഴുതിയതിന് ശേഷം നിങ്ങൾ ആദ്യം മുതൽ വീണ്ടും വായിക്കുക. അങ്ങനെ വായിച്ച് അതിനകത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടേമും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അടുത്ത ഘട്ടം. അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഉപയോഗിച്ചിട്ട് അതിലുള്ള ടെക്നിക്കൽ ടേമുകൾ പരമാവധി ഒഴിവാക്കി ഒന്നും തന്നെ ഇല്ലാതെ അനാലജിയിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് വിവരിക്കാൻ സാധിക്കണം. അത് ഇതുപോലെ തന്നെ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. ഉദാഹരണത്തിന് ബ്ലാക്ക് ഹോൾ ആണ് ടോപ്പിക്കെങ്കിൽ ബ്ലാക്ക് ഹോളിനെ നമുക്കൊരു അനാലജി ആയിട്ട് എടുക്കാം. ഒരു അനാലജിയിൽ ബ്ലാക്ക് ഹോളിന് പകരം നമുക്കൊരു ചവിറ്റുകൊട്ട ഉദാഹരണമായിട്ട് എടുക്കാം. അതായത് അവിടെയുള്ള സകലതിനെയും ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന, സകല വേസ്റ്റിനെയും വലിച്ചെടുക്കുന്ന ചവറ്റുകൊട്ട. ആ ചവറ്റുകൊട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പദാർത്ഥങ്ങളൊക്കെ പല പല ചെറു കഷ്ണങ്ങളായിട്ട് നുറുങ്ങിപ്പോകുന്നതാണ്. അതൊരിക്കലും വെളിയിലേക്ക് വരില്ല. അങ്ങോട്ട് നമ്മളൊരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റിനെ പോലും അത് വലിച്ച് ഉള്ളിലേക്ക് എടുക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാക്യൂം ക്ലീനറിനോട് ഇതിനെ ഉപയോഗിക്കാം. അത്തരത്തിലുള്ള റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലേക്ക് അതിനെ നിങ്ങൾ മാറ്റി എഴുതുക. കാരണം അപ്പോഴേക്കും നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് വളരെ നന്നായിട്ടറിയാം. അതിനെ അത്തരത്തിൽ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തുന്ന എക്സാമ്പിൾസ് ആക്കി മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. അങ്ങനെ കൂടി നിങ്ങൾ എഴുതുക. അങ്ങനെ കൂടി നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആണെന്നാണ് അർത്ഥം. ഇനി ഈ ടോപ്പിക്ക് നിങ്ങൾ റിവൈസ് ചെയ്യണം. 24 മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾക്കിത് റിവൈസ് ചെയ്യാം. പിന്നീട് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. വേണമെങ്കിൽ 1 മാസം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലോ ഈ നോട്ടോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലായിരിക്കും. നിങ്ങൾക്ക് നേരിട്ട് തന്നെ ആ കാര്യങ്ങൾ അതേപടി തന്നെ പറയാൻ സാധിക്കുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ മെമ്മറിയിൽ ഇപ്പോൾ അത് എന്നേക്കുമായിട്ട് ഉണ്ട്. ഇവിടെ ഞാൻ നോട്ട്ബുക്ക് എന്നൊക്കെ പരാമർശിച്ചതിന് പകരം റിയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു വ്യക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള പഠന രീതി. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തം ടോപ്പിക്കുകളെ ഓരോ സുഹൃത്തുക്കളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓരോ സുഹൃത്തുക്കളും ആ ടോപ്പിക്ക് ഫൈൻമാൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പഠിച്ചിട്ട് ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കത് പറഞ്ഞു തരും. വേണമെങ്കിൽ ഒരു വൈറ്റ് ബോർഡ് അവിടെ ഉപയോഗിക്കാം. ആ വൈറ്റ് ബോർഡിൽ ഒരു ടീച്ചർ എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ സിമ്പിളാക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരും. അങ്ങനെ ഓരോരുത്തരും ഓരോ ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏകദേശം ഒരു മൊഡ്യൂൾ തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും കേൾക്കും തോറും അത് കൂടുതൽ മെമ്മറൈസബിൾ ആയിട്ട് മാറുകയാണ്. ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കാം, ജോഗ്രഫി പഠിക്കാം, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ഡെറിവേഷൻസ് പഠിക്കുമ്പോഴാണെന്നാണ്. മാത്തമെറ്റിക്കൽ ഡെറിവേഷൻസ്, അതുപോലെ ക്വാണ്ടം ഫിസിക്സ് പോലുള്ള, ആസ്ട്രോഫിസിക്സ് പോലുള്ള ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ എൻജിനീയറിംഗ് സബ്ജക്റ്റുകൾ, അതുമല്ലെങ്കിൽ കോഡിങ്, അൽഗോരിതംസ്, അതൊക്കെ പഠിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പുകളും എങ്ങനെയാണ് അങ്ങനെ വന്നത്, ആ സ്റ്റെപ്പുകൾ അങ്ങനെ വരാനുള്ള കാരണം എന്താണ്, ആ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഒന്ന് പരിശോധിക്കാം. CNN അല്ലെങ്കിൽ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കാണ് ഞാനിവിടെ ടോപ്പിക്കായിട്ട് എടുക്കുന്നത്. ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്ക് എടുക്കാമായിരുന്നു, പക്ഷേ അധികം പേർക്കും അറിയാത്ത ഒരു ടോപ്പിക്ക് എടുക്കാമെന്ന് ഞാൻ കരുതുന്നു. ഇത് അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കൊന്നുമല്ല. കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മെഷീൻ ലേണിങ്ങിലെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ വളരെ ബേസ് ആയിട്ടുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ്. അപ്പം ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്താണ്? ആദ്യത്തെ സ്റ്റേജിൽ ഞാൻ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് വൃത്തിയായിട്ട് എൻ്റെ പേപ്പറിൽ എഴുതി. അതിനുശേഷം ഞാൻ
കുറച്ച് സെൻറ്റൻസുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ സെൻറ്റൻസ് അനുസരിച്ച് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ്. ആ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഇമേജിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ, ഒരു ഫോട്ടോഗ്രാഫിനെ നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് പറ്റും. അതിനെ സ്കാൻ ചെയ്യുന്നത് ഓരോരോ ചെറിയ ചെറിയ പീസുകളായിട്ടാണ്. അതായത് ഒരു ഇമേജിനെ മൊത്തത്തിൽ നമ്മൾ സ്കാൻ ചെയ്യുകയല്ല, അതിൻ്റെ ഓരോരോ സ്ക്വയർ പീസുകളായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുകയാണ്. അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്കാണ്. ഈ ന്യൂറൽ നെറ്റ്വർക്കിൽ നമുക്ക് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാം. ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ചിത്രത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് അതിലുള്ളത് ഒരു ആപ്പിളാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ആപ്പിളിൻ്റെ കളറ്, ആപ്പിളിൻ്റെ രൂപം, ആപ്പിളിൻ്റെ എഡ്ജ്, കാരണം ആപ്പിൾ ഇരിക്കുന്നത് ഒരു ഒരു ടേബിളിലാണെങ്കിൽ ആ ടേബിളുമായിട്ടുണ്ടാക്കുന്ന എഡ്ജ് ഉണ്ടല്ലോ, ആ എഡ്ജ് എങ്ങനെയാണ്, ആ ടേബിൾ എങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിലുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ വരുമല്ലോ. അപ്പോൾ കുട്ടി ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക് എന്നായിരിക്കും. എന്താണ് ഈ ഫിൽറ്റർ എങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഈ എഡ്ജുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ശരിക്കും എന്തിനാണ് ഈ എഡ്ജുകൾ മനസ്സിലാക്കുന്നത്, ഈ CNN ഉപയോഗം എന്താണ്, എന്തിനാണ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഇത് എന്നോട് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന സംശയങ്ങൾ തീർത്തു കൊടുക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് തീർത്തു കൊടുക്കാൻ നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ, നിങ്ങൾക്ക് പഠിച്ചത് മതിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റഡി മെറ്റീരിയലുകൾ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാം. അഡീഷണൽ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് നോക്കാം. ഒന്നുമല്ലെങ്കിൽ നിങ്ങൾക്ക് ChatGPT പോലുള്ള LLM മോഡൽസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിലൂടെ കൂടുതൽ ഡീറ്റെയിൽ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വീണ്ടും ഇതുപോലെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നോട്ടിൽ എഴുതി വയ്ക്കുക. ഇനി ഇതിനെ നമ്മുടെ റിയൽ ലൈഫിലെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചൂസ് ചെയ്യുന്നത് കറ പുരണ്ട ഒരു ഷർട്ടാണ്. ഇപ്പോൾ എൻ്റെ ഷർട്ടിൽ കറ പുരണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ ഷർട്ട് ഫുള്ളായിട്ടല്ല, പകരം ആ ഷർട്ടിൻ്റെ ഓരോരോ ഭാഗങ്ങൾ, ചെറിയ സ്ക്വയർ പീസുകൾ മാത്രം കാണിച്ചു കൊടുത്തിട്ടാണ് കറയുടെ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്. നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വ്യക്തി ഒരു മനുഷ്യനല്ല, അത് ഒരു മെഷീൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ അതൊരു പ്രോസസ്സറാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റിയൽ ലൈഫിലേക്കും അത് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഉദാഹരണത്തിന് ചില ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം, തീയതി, മാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഭരണഘടനയിലെ ചില ആർട്ടിക്കിൾ, ആ ആർട്ടിക്കിളിൻ്റെ നമ്പർ, ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണോ ആ ആർട്ടിക്കിളിൻ്റെ ഡീറ്റെയിൽ, അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻ, അത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്ന മാത്തമെറ്റിക്കൽ ഇക്വേഷൻ ആയിരിക്കാം. ഉദാഹരണത്തിന് A+B² നമ്മൾ സ്ഥിരം പഠിക്കുന്ന ആ ഇക്വേഷൻ, A² + 2AB + B². അങ്ങനെയുള്ള ആ ഇക്വേഷനുകളൊക്കെ നമുക്ക് വേറെ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. വേറെ മെത്തേഡ് എന്ന് പറയുന്നത് നിമോണിക്സ് ടെക്നിക്കാണ്. അതായത് കോഡുകളാക്കി മാറ്റിയെടുക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയല്ല, ലോകത്ത് മെമ്മറൈസ് ചെയ്യേണ്ട സകല കാര്യങ്ങളെയും നമുക്ക് കോഡുകളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പം ഈ നമ്പർ, വർഷങ്ങൾ, തീയതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ അല്പം പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. പെട്ടെന്ന് ഒരാൾ ഒരു 50 അക്കം ബോർഡിൽ എഴുതി വെക്കുകയാണ്, നിങ്ങൾക്കതൊന്ന് വായിക്കാൻ സമയം തന്നു, അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ അത് പറയുക വളരെ പ്രയാസമാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഐഡന്റിക് മെമ്മറി അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയൊക്കെ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും അത്തരത്തിലുള്ള മെമ്മറി പവറൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ നിമോണിക്സ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫൈൻമാൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ അതൊരു റിസർച്ച് മേഖലയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എൻജിനീയറിംഗ് പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നവർക്കായിരിക്കും കൂടുതൽ പ്രയോജനം ചെയ്യുക. പക്ഷേ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നവരും ഇത്തരത്തിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് കൂടുതലും അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കുമ്പോഴായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് ആവുക. പക്ഷേ അല്ലാതുള്ള കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനായിട്ട് നമുക്ക് നിമോണിക്സ് ഉപയോഗിക്കാം. അത് ഏതെങ്കിലും രീതിയിലുള്ള പഠന വൈകല്യമുള്ള ആളുകൾക്ക് പോലും പറ്റും. അതായത് ആവറേജ് അല്ല, ബിലോ ആവറേജ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും പറ്റുന്നതാണ്. ശരിക്കും അത്തരത്തിൽ പഠന വൈകല്യമുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അമീർ ഖാൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയുണ്ട്, താരെ സമീൻ പർ. അപ്പോൾ അതിനകത്ത് ആ കുട്ടി പഠന വൈകല്യമുള്ളൊരു കുട്ടിയാണ്.
ആ കുട്ടിക്ക് ഈ നമ്പേഴ്സും അതുപോലെ ഇക്വേഷൻസും ഒന്നും പഠിക്കാൻ സാധിക്കില്ല. പക്ഷേ ആ കുട്ടി മറ്റ് ന്യൂമോണിക് കോഡുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ കുട്ടിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഷയിലേക്ക് അതിനെ എൻകോഡ് ചെയ്തിട്ടാണ് ആ കുട്ടി പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ സിനിമയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള മെത്തേഡുകളാണ് ഈ ഡിസ്ലെക്സിയ പോലുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനൊരു പ്രശ്നം അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉപയോഗിക്കുന്നത്. വലിയ രീതിയിലുള്ള പഠന വൈകല്യങ്ങളൊക്കെ അനുഭവിക്കുന്ന പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ന്യൂമോണിക് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് ഗവേഷകരാകാൻ പോലും സാധ്യമായിട്ടുണ്ട്. ന്യൂമോണിക് മെത്തേഡ് ഉപയോഗിച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെമ്മറൈസ് ചെയ്യാൻ വളരെ പ്രയാസമുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലിനെ വളരെ ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് ഭാഷയിലേക്ക് മാറ്റിയത് ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ എൻ്റെ ഹിസ്റ്ററി ചാനലിൽ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അദ്ദേഹം സ്ഥാപിച്ച ഒരു ഗവൺമെൻറ്, ആസാദ് ഹിന്ദ് എന്നാണ് ആ ഗവൺമെൻറ്റിൻ്റെ പേര്. 1943 ഒക്ടോബർ മാസം 21 അദ്ദേഹം അത് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇതിൽ വർഷമുണ്ട്, തീയതിയുണ്ട്. അപ്പോൾ ആ വർഷവും തീയതിയും എങ്ങനെയാണ് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഞാൻ കോഡാക്കി മാറ്റിയതെന്ന് പറയാം. ആ കോഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കോഡ് അനുസരിച്ച് ഞാൻ ഒരു പൂച്ചക്കുഞ്ഞിനെ എടുത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ കയ്യിൽ കൊടുത്തു. അതിഭീകരമായ വലിപ്പമുള്ള ഒരു കോഴി ആ പൂച്ചയെ ഒന്ന് കൊത്തി. ഇത് നമ്മൾ സ്റ്റോറി ആയിട്ട് ഇങ്ങനെ വായിച്ച് പഠിക്കുകയല്ല, നമ്മുടെ മനസ്സിൽ അതൊരു ഇമേജായിട്ടുണ്ട്. ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ഇമേജ് വന്ന് കാണും. നമ്മൾ നോവലുകളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ചിത്രങ്ങൾ വരത്തില്ലേ? അപ്പം അതുപോലെ ഞാൻ വരുന്നു, എൻ്റെ കയ്യിലൊരു പൂച്ചയുണ്ട്. ആ പൂച്ചയെ ഞാൻ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആ പൂച്ചയെ വലിയൊരു കോഴി എന്ന് പറയുമ്പം സുഭാഷ് ചന്ദ്രബോസിനേക്കാളും വലിപ്പമുള്ള ഒരു വലിയ കോഴി ഈ പൂച്ചയെ ക്രൂരമായിട്ട് കൊത്തുന്നു. ഇത് നമ്മുടെ മെമ്മറിയിൽ എന്നും നിൽക്കും. അപ്പം ഞാൻ ആ വീഡിയോ ചെയ്തിട്ടൊരു 1-2 മാസമെങ്കിലും ആയി കാണും. അപ്പോൾ എൻ്റെ ഹിസ്റ്ററി ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ആ വീഡിയോ ചെയ്തിട്ട് ഇത്രയും നാളായിട്ടും എൻ്റെ മെമ്മറിയിൽ ഇത് നിൽപ്പുണ്ട്. ഇത്തരത്തിൽ എത്ര ടഫാണെങ്കിൽ പോലും നിലനിൽക്കും. ഇത്തരത്തിലുള്ള സ്റ്റോറീസ് ആയിട്ട് നിങ്ങൾക്കൊരു മാത്തമെറ്റിക്കൽ ഡെറിവേഷനെ പോലും മാറ്റിയെടുക്കാൻ പറ്റും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും, ഇനി ജനറൽ റിലേറ്റിവിറ്റി ആയിട്ടുള്ളതാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഞാൻ അതൊരിക്കലും പ്രിഫർ ചെയ്യില്ല. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇക്വേഷൻസ് അങ്ങനെ പഠിക്കാം, പക്ഷേ ഡെറിവേഷൻസ് എപ്പോഴും ഫൈൻമാൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പഠിച്ചതുകൊണ്ട് മാത്രമേ അതിനെ നമുക്ക് പ്രാക്ടിക്കലി ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പല ഗവേഷണങ്ങൾ നടത്താനും ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. പക്ഷേ എക്സാമിന് മാർക്ക് മേടിക്കുക, ഉയർന്ന മാർക്കോടുകൂടി പാസ്സാകുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പോലും ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഒരു രസകരമായിട്ടുള്ള സ്റ്റോറിയാക്കി മാറ്റാൻ പറ്റും. അതിൽ ഒരു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഉണ്ടാകാം, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഉണ്ടാകാം, അതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടേംസും പാരാമീറ്റേഴ്സും മെട്രിക്സും ഒക്കെ വരുന്നുണ്ടായിരിക്കും. അതിനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഡ് ഭാഷയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആ ഒരു കോഡ് പറഞ്ഞതിൽ തന്നെ യഥാർത്ഥത്തിലുള്ള കോഡ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തതെന്ന് പറഞ്ഞിട്ടില്ല. അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതാണ്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും. അതെന്താണ് ഇങ്ങനെ വന്നത്, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, ഞാനൊരു CA സ്റ്റുഡൻ്റാണ്, ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ JEE സ്റ്റുഡൻ്റാണ്, നീറ്റ് സ്റ്റുഡൻ്റാണ്, എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഉള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ അത് ചോദിക്കാനൊക്കെ ഉള്ള ഒരു വേദി നിങ്ങൾക്ക് അത്യാവശ്യമാണ്. പേഴ്സണലി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംശയങ്ങൾ ചോദിച്ച് കോഡുകൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാനും വേണ്ടി 25ഓളം ഇത്തരത്തിലുള്ള ട്രിക്കുകൾ ചേർത്തുകൊണ്ട് ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇതൊരു സെൽഫ് പേസ്ഡ് കോഴ്സാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിലുള്ള വീഡിയോസ് ലൈഫ് ടൈം ഉപയോഗിക്കാൻ സാധിക്കും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങൾ ഈ വെബ്സൈറ്റിലൂടെയോ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു മെസ്സേജ് നിങ്ങൾ എനിക്ക് അയയ്ക്കുക, ഞാനത് റെസ്പോണ്ട് ചെയ്തുകൊള്ളാം. അപ്പോൾ ഇതാണ് ഫൈൻമാൻ ടെക്നിക്ക്.
ഇതാണ് നിമോണിക് കോഡ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.